ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും റീജ ലേണിംഗ് വേൾഡിലേക്ക് സ്വാഗതം. നമ്മുടെ 30 ദിവസത്തെ ഹിന്ദി ചലഞ്ചിന്റെ 7ാം ദിവസമാണിന്ന്. ഇന്നലെ നമ്മൾ പച്ചക്കറികളെ കുറിച്ച് പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കുന്നത് പഴങ്ങളുടെ പേരുകളെ കുറിച്ചാണ്. പഴങ്ങൾ വാങ്ങാൻ കടയിൽ പോകുമ്പോൾ എങ്ങനെ സംസാരിക്കാമെന്നും അതുപോലെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഹിന്ദിയിലും മലയാളത്തിലും മനസ്സിലാക്കാം. പ്രധാന പഴങ്ങൾ ഫ്രൂട്ട്സ് നമുക്ക് നോക്കാം. ആദ്യം പഴങ്ങൾ എന്താ ഹിന്ദി പറയാ? ഫൽ. പഴത്തിന് എന്താ ഹിന്ദി പറയാ? ഫൽ. പഴങ്ങൾ. മാങ്ങ ആം. മാങ്ങ ആം. ആപ്പിൾ സേബ്. ആപ്പിൾ സേബ്. ഞാൻ മലയാളത്തിലും കൊടുത്തിട്ടിട്ട് ഹിന്ദിയുടെ പ്രൊനൗൺസിയേഷൻ. നേന്ത്രപ്പഴം കേല. മുന്തിരി അങ്കൂർ. മുന്തിരി അംഗൂർ. തണ്ണിമത്തൻ തർബൂജ്. തർബൂജ് തണ്ണിമത്തൻ. മാതള നാരങ്ങ അനാർ. മാതള നാരങ്ങ അനാർ. പപ്പായ പപ്പീത്ത. പപ്പീത്ത് എന്നാ ഹിന്ദി പറയാ. കൈതച്ചക്ക അനാനസ്. അനാനസ് കൈതച്ചക്ക. കടയിലെ സംഭാഷണം നോക്കാം നമുക്ക്. ബൈയിങ് ഫ്രൂട്ട്സ്. 1 കിലോ ആപ്പിളിന് എന്ത് വിലയാകും? 1 കിലോ സേബ് കിത്തനെ കാ ഹെ? 1 കിലോ സേബ് കിത്തനെ കാ ഹെ? 1 കിലോ ആപ്പിളിന് എന്ത് വിലയാകും? 1 കിലോ സേബ് കിത്തനെ കാ ഹെ? പഴം പഴുത്തതാണോ? ക്യാ കേല പക്കാ ഹുവാ ഹെ? ക്യാ കേല പക്കാ ഹുവാ ഹെ? പഴം പഴുത്തതാണോ? ക്യാ കേല പക്കാ ഹുവാ ഹെ? ഇത് കുറച്ച് മധുരമുള്ളതാണോ? ക്യാ യഹ് മീഠാ ഹെ? ക്യാ യഹ് മീഠാ ഹെ? ഇത് മധുരമുള്ളതാണോ? 1/2 കിലോ മുന്തിരി തരൂ. ആധാ കിലോ അങ്കൂർ ദീജിയെ. ആധാ കിലോ അങ്കൂർ ദീജിയെ. 1/2 കിലോ മുന്തിരി തരൂ. മധുരം മീഠ. മധുരം മീഠ. പക്കാ ഹുവ പഴുത്തത്. പക്കാ ഹുവ പഴുത്തത്. 1/2 കിലോ ആധാ കിലോ. ആധാ കിലോ. 1 കിലോ 1 കിലോ. 1 കിലോ 1 കിലോ. ആധാ അര. ദീജിയെ തരൂ. ദീജിയെ തരൂ. പഴങ്ങൾ വാങ്ങുമ്പോൾ മധുരമുണ്ടോ എന്ന് ചോദിക്കാൻ ക്യാ യഹ് മീഠാ ഹെ ചോദിക്കാം. ക്യാ യഹ് മീഠാ ഹെ? മധുരമുള്ളതാണോ എന്ന് നമുക്ക് ചോദിക്കാം. പഴം പഴുത്തതാണോ എന്ന് ചോദിച്ച് ഉറപ്പ് വരുത്താൻ ക്യാ യഹ് പക്കാ ഹുവാ ഹെ എന്ന് ചോദിക്കാം നമുക്ക്. ക്യാ യഹ് പക്കാ ഹുവാ ഹെ? നിങ്ങളുടെ ഇന്നത്തെ ചോദ്യം, ടുഡേസ് ചലഞ്ച്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പഴം ഏതാണ്? അത് ഹിന്ദിയിൽ താഴെ കമന്റ് ചെയ്യാം. ഓരോ കമന്റും ഞാൻ വായിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.